നമസ്കാരം. മോക്ക് ടെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽവീഥി ലക്കം 2023 ഓഗസ്റ്റ് 12 കറണ്ട് അഫയേഴ്സ്. 2023 കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട പദ്ധതി ഈ മുറ്റം. 2023 കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട പദ്ധതിയാണ് ഈ മുറ്റം. ഡിജിറ്റൽ മാധ്യമങ്ങളെക്കുറിച്ചുള്ള അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക, വ്യാജ വാർത്തകളെക്കുറിച്ചും ഫാക്ട് ചെക്കിങ്ങിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കുട്ടികൾക്ക് അവബോധം പകർന്നു നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ ആരംഭിച്ച സുപ്രധാനമായ ഡിജിറ്റൽ സാക്ഷരതാ ക്യാമ്പയിനാണ് സത്യമേവ ജയതേ. ഡിജിറ്റൽ മാധ്യമങ്ങളെക്കുറിച്ചുള്ള അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക, വ്യാജ വാർത്തകളെക്കുറിച്ചും ഫാക്ട് ചെക്കിങ്ങിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കുട്ടികൾക്ക് അവബോധം പകർന്നു നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ ആരംഭിച്ച സുപ്രധാനമായ ഡിജിറ്റൽ സാക്ഷരതാ ക്യാമ്പയിനാണ് സത്യമേവ ജയതേ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ. ഇ ഗവേണൻസിൻ്റെ ബോധവൽക്കരണാർത്ഥം കേരള സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഐ ആം ആൾസോ ഡിജിറ്റൽ. ഇ ഗവേണൻസിൻ്റെ ബോധവൽക്കരണാർത്ഥം കേരള സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഐ ആം ആൾസോ ഡിജിറ്റൽ. ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. അടുത്തത്, എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ. രാജ്യത്ത് സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് കെ ഫോൺ. കെ ഫോൺ ഫോർ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. രാജ്യത്ത് സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് കെ ഫോൺ. കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 5-നാണ്. കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 5. ഇൻ്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇൻ്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. അടുത്തത്, സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ IQ എയർ പ്രസിദ്ധീകരിച്ച 2022 എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായുമലിനീകരണം ഏറ്റവും കൂടിയ രാജ്യം ചാഡ് ആണ്. സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ IQ എയർ പ്രസിദ്ധീകരിച്ച 2022 എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായുമലിനീകരണം ഏറ്റവും കൂടിയ രാജ്യം ചാഡ് ആണ്. റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ പ്രദേശം ലാഹോർ ആണ്. റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ പ്രദേശം ലാഹോർ. ലോകത്തിലെ ഏറ്റവും മലിനമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 8-ാമതാണ്. ഏറ്റവും മലിനമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ 4-ാമത്തെ നഗരം ഡൽഹിയാണ്. എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ 4-ാമത്തെ നഗരമാണ് ഡൽഹി. രാജ്യ തലസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മലിനമായ തലസ്ഥാനം ഡൽഹിയാണ്. എന്നാൽ രാജ്യ തലസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മലിനമായ തലസ്ഥാനം ഡൽഹിയാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ ഏറ്റവും മലിനമായ നദി കൂവം നദിയാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ ഏറ്റവും മലിനമായ നദിയാണ് കൂവം നദി. ലോക സമുദ്ര ദിനം ആചരിക്കുന്നത് എന്ന്? ലോക സമുദ്ര ദിനം ആചരിക്കുന്നത് എന്ന്? ഉത്തരം ജൂൺ 8. ജൂൺ 8-നാണ് ലോക സമുദ്ര ദിനം ആചരിക്കുന്നത്. 2023 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയമാണ് പ്ലാനറ്റ് ഓഷ്യൻ ടൈഡ്സ് ആർ ചേഞ്ചിങ്. 2023 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? പ്ലാനറ്റ് ഓഷ്യൻ ടൈഡ്സ് ആർ ചേഞ്ചിങ്. ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിച്ചു തുടങ്ങിയത് 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിലാണ്. ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിച്ചു തുടങ്ങിയത് 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിലാണ്. ലോക സമുദ്ര ദിനം ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 2008 ആണ്. ലോക സമുദ്ര ദിനം ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായി അംഗീകരിച്ചത് 2008-ലാണ്. സംസ്ഥാനത്ത് ജൈവ വൈവിധ്യ ബോർഡിൻ്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്നത് വള്ളക്കടവ്, തിരുവനന്തപുരത്ത് വള്ളക്കടവിലാണ്. സംസ്ഥാനത്ത് ജൈവ വൈവിധ്യ ബോർഡിൻ്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്നത് വള്ളക്കടവിലാണ്.
സമുദ്ര പഠനം ലക്ഷ്യമിട്ട് ISROയും ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയായ CNESഉം ചേർന്ന് വിക്ഷേപിച്ച ഉപഗ്രഹം സരൾ. സമുദ്ര പഠനം ലക്ഷ്യമിട്ട് ISROയും ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയായ CNESഉം ചേർന്ന് വിക്ഷേപിച്ച ഉപഗ്രഹം സരൾ. അടുത്ത പോയിന്റ്, 2022 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതാർക്ക്? 2022 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് മീരാബായ് ചാനുവിനാണ്. 2022 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് മീരാബായ് ചാനു. തുടർച്ചയായി 2 തവണ പുരസ്കാരം നേടുന്ന ആദ്യ താരമാണ് മീരാബായ് ചാനു. തുടർച്ചയായി 2 തവണ പുരസ്കാരം നേടുന്ന ആദ്യ താരമാണ് മീരാബായ് ചാനു. 2022 BBC പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ഭവിന പട്ടേൽ. ടേബിൾ ടെന്നീസിന് ഭവിന പട്ടേലിനാണ് 2022 BBC പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത്. 2022 BBC എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് നിധു ഗംഗാസ് ബോക്സിങ്ങിനാണ്. 2022 BBC എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് നിധു ഗംഗാസ് ബോക്സിംഗ്. 2021 BBC എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ഷെഫാലി വർമ്മ. 2021 BBC എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ഷെഫാലി വർമ്മ. 2022 BBC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് പ്രീതം സിവാജ്, വനിതാ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനാണ്. 2022 BBC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് പ്രീതം സിവാജ്, വനിതാ ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ. ഇന്ത്യക്ക് പുറത്ത് ആദ്യ IIT ക്യാമ്പസ് നിലവിൽ വരുന്നത് ടാൻസാനിയയിലാണ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യ IIT ക്യാമ്പസ് നിലവിൽ വരുന്നത് ടാൻസാനിയയിലാണ്. IIT മദ്രാസിൻ്റെ ക്യാമ്പസാണ് ടാൻസാനിയയിൽ നിലവിൽ വന്നത്. IIT മദ്രാസിൻ്റെ ക്യാമ്പസാണ് ടാൻസാനിയയിൽ വന്നിട്ടുള്ളത്. 2023 വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഇലക്ട്രോണിക് ചിപ്പായ ശക്തി നിർമ്മിച്ചത് IIT മദ്രാസാണ്. 2023 വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഇലക്ട്രോണിക് ചിപ്പായ ശക്തി നിർമ്മിച്ചത് IIT മദ്രാസാണ്. രാജ്യത്തെ ആദ്യ 5G ഓഡിയോ വീഡിയോ കോൾ നെറ്റ്വർക്ക് വിജയകരമായി പരീക്ഷിച്ചതും IIT മദ്രാസിലാണ്. രാജ്യത്തെ ആദ്യ 5G ഓഡിയോ വീഡിയോ കോൾ നെറ്റ്വർക്ക് വിജയകരമായി പരീക്ഷിച്ചത് IIT മദ്രാസ്. പരിസ്ഥിതി സൗഹൃദ ജൈവ സിമൻ്റ് നിർമ്മാണത്തിന് സഹായകരമാകുന്ന പദാർത്ഥ ഘടനയുടെ ഗണിത മാതൃക വികസിപ്പിച്ചതും IIT മദ്രാസ് തന്നെയാണ്. പരിസ്ഥിതി സൗഹൃദ ജൈവ സിമൻ്റ് നിർമ്മാണത്തിന് സഹായകരമാകുന്ന പദാർത്ഥ ഘടനയുടെ ഗണിത മാതൃക വികസിപ്പിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായ 5ാം വർഷവും ഒന്നാമതെത്തിയതുകൂടി IIT മദ്രാസാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായ 5ാം വർഷവും ഒന്നാമതെത്തിയത് IIT മദ്രാസാണ്. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളി എൽദോസ് പോൾ. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളിയാണ് എൽദോസ് പോൾ. 2022 കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയത് എൽദോസ് പോളാണ്. 17.03 മീറ്റർ. 2022 കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയതാണ് എൽദോസ് പോൾ. 2022 കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് അബ്ദുള്ള അബൂബക്കർ. 17.02 മീറ്റർ. കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ നേടുന്ന ആദ്യ മലയാളി താരം ട്രീസ ജോളിയാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ നേടുന്ന ആദ്യ മലയാളി താരം ട്രീസ ജോളി. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 61ആണ്. 22 സ്വർണം, 16 വെള്ളി, 23 വെങ്കലം, ആകെ 61 മെഡലുകൾ ലഭിച്ചു. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഓസ്ട്രേലിയയാണ്. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളി എൽദോസ് പോൾ. 2022 കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിലാണ് സ്വർണം നേടിയത്. 2022 കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് അബ്ദുള്ള അബൂബക്കറാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ നേടുന്ന ആദ്യ മലയാളി താരം ട്രീസ ജോളി. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 61. 22 സ്വർണം, 16 വെള്ളി, 23 വെങ്കലം. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഓസ്ട്രേലിയ. 2023 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ദക്ഷിണേന്ത്യയിലെ അതിവേഗ 10 വരി പാത. 2023 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ദക്ഷിണേന്ത്യയിലെ അതിവേഗ 10 വരി പാത
മൈസൂർ ടു ബാംഗ്ലൂർ. 2023 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ദക്ഷിണേന്ത്യയിലെ അതിവേഗ 10 വരി പാതയാണ് മൈസൂർ ടു ബാംഗ്ലൂർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് അതിവേഗ പാത ലക്നൗ ആഗ്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് അതിവേഗ പാതയാണ് ലക്നൗ ആഗ്ര. ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. കേരളത്തിൽ വരുന്ന അതിവേഗ റെയിൽപാത സിൽവർ ലൈൻ കടന്നു പോകുന്ന ജില്ലകളുടെ എണ്ണം 11. കേരളത്തിൽ വരുന്ന അതിവേഗ റെയിൽപാത സിൽവർ ലൈൻ കടന്നു പോകുന്ന ജില്ലകളുടെ എണ്ണം 11. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഹംസഫർ എക്സ്പ്രസ് കാശി മഹാകാൽ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഹംസഫർ എക്സ്പ്രസ് കാശി മഹാകാൽ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഹംസഫർ എക്സ്പ്രസ് കാശി മഹാകാൽ എക്സ്പ്രസ്. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. നിലവിലെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. ഇത്രയുമാണ് 2023 ഓഗസ്റ്റ് 12 ലക്കത്തിലെ കറണ്ട് അഫയേഴ്സ്.